ഏവർക്കും നമസ്കാരം, സ്വാഗതം. ഇന്ന് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിച്ചു. അമ്മയുടെ കൊടിയേറ്റുത്സവം നടന്നു വരുന്നു. തീർത്തും ഭക്തിസാന്ദ്രമായ ഈ ക്ഷേത്ര സന്നിധിയിൽ നിൽക്കുമ്പോൾ മനസ്സിൽ അറിയാതെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്തിഗാനം ഓർമ്മ വരികയാണ്. നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുമുണ്ട്, ദേവിക്കായിരം കുടം അമൃതമുണ്ട്, വിണ്ണീലായിരം കുടം അമൃതമുണ്ട്. എങ്കിലുമെൻ മണ്ഡലത്തിലെ ആരൂപം മംഗരൂപം കണിച്ചുകുളങ്ങര ദേവിതൻ ഇഷ്ട നൈവേദ്യം. നീലമേഘ കൂന്തലുണ്ട്, വെള്ളിമിന്നൽ ചിലമ്പുമുണ്ട്. സംഭൂജ്യനായ ക്ഷിപ്രവര പ്രസാദിക്കും അഭീഷ്ടവരായിരിക്കും ഗണേശകുളങ്ങരയമ്മയുടെ തിരുവുത്സവം ഭക്തിസാന്ദ്രമായ ഭക്തിനിർഭരമായി മാറുകയാണ്. ഗണേശകുളങ്ങര ക്ഷേത്ര മഹോത്സവത്തിൽ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ മാരാരിക്കുളം വടക്ക് വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രം. ആദ്യ പരാശക്തിയാണ് മുഖ്യ പ്രതിഷ്ഠ. ദുർഗ, ഭദ്രകാളി സങ്കല്പങ്ങളിൽ ആരാധന നടത്തപ്പെടുന്നു. ധാരാളം ഉപദേവതമാരുടെ ക്ഷേത്രങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഗണപതി, ശിവൻ, മഹാവിഷ്ണു, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ എന്നീ പ്രതിഷ്ഠകളുണ്ട്. കുംഭമാസത്തിലെ തിരുവോണ നാളിലാണ് സാധാരണഗതിയിൽ പ്രധാന ഉത്സവങ്ങൾ നടക്കാറ്. ഇവിടുത്തെ ചിക്കര വഴിപാടും അരിക്കൂത്ത് വഴിപാടും ഏറെ പ്രശസ്തമാണ്. എല്ലാ വർഷവും 21 ദിവസങ്ങളായി ഇവിടെ മഹോത്സവം നടക്കുന്നു. കുംഭമാസത്തിലെ തിരുവോണ നാളിലാണ് പ്രധാന ഉത്സവം. മിക്കവാറും അവസരങ്ങളിലും ഇത് ശിവരാത്രി നാളിലാണ് വരിക. തുടർന്ന് 7 ദിവസങ്ങളിലായി പൊങ്കാലയുമുണ്ട്. ഇത് പുതുക്ക് വഴിപാട് എന്നറിയപ്പെടുന്നു. കേരളത്തിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ കണിച്ചുകുളങ്ങരയിൽ ഉത്സവ സമയത്തും പുഴുക്കിനുമായി ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി 10,000-കണക്കിന് മനുഷ്യർ എത്തിച്ചേർന്ന് അമ്മയെ ഭക്തിപൂർവം പൂജിച്ചു വരുന്നു. മാത്രമല്ല, ഇവിടുത്തെ വെടിക്കെട്ട് വളരെ പ്രശസ്തമാണ്. എല്ലാ വർഷവും അവസാന 2 ഉത്സവ ദിവസങ്ങളാണ് കമ്പക്കെട്ട് എന്നറിയപ്പെടുന്ന 2 മണിക്കൂറിലേറെ നീണ്ടു നിൽക്കുന്ന വെടിക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഉത്സവത്തോട് അനുബന്ധിച്ച് 21 ദിവസവും കുട്ടികളെ ചിക്കരയിരുത്തുന്ന ചടങ്ങുണ്ട്. വിവാഹശേഷം കുട്ടികളില്ലാത്ത ദമ്പതിമാർ കുട്ടികൾ ജനിക്കുന്നതിനും കുട്ടികളുടെ രോഗങ്ങൾ തുടങ്ങിയ ബാല അരിഷ്ടതകൾ മാറുന്നതിനുമാണ് ഈ വഴിപാട് നേരുന്നത്. ഉത്സവ ദിവസങ്ങളിൽ കുട്ടികൾ കണിച്ചുകുളങ്ങര അമ്മയുടെ മക്കളായി മാറുന്നു എന്നാണ് സങ്കല്പം. 21 ദിവസവും 3000-ഓളം കുട്ടികളും മാതാപിതാക്കളും ഭഗവതി സന്നിധിയിൽ ഭജനം പാർക്കുന്നു. കൊടിയേറ്റ്, ചിക്കര കൊട്ടിക്കൽ, കൂട്ടക്കളം, താലിചാർത്ത്, 7ാം പൂജ, ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണീം ആർദ്രാണ ഹരേ ദേവി നാരായണീ നമസ്തുതേ. കാളികാളി മഹാഗ 7ാം പൂജ എന്നിവ പ്രധാന ഉത്സവ ദിവസങ്ങളാണ്. കൂടാതെ 14 വർഷത്തൊരിക്കൽ മുറജപം എന്ന ചടങ്ങും ഇവിടെ നടക്കുന്നു. പൊങ്കാലയ്ക്ക് സമാനമായി പുഴുക്ക് വഴിപാട് നടത്തുന്ന ഭക്തർ ഒരാളുടെ രൂപമോ ആളുടെ അവയവങ്ങളുടെ രൂപമോ മാവിൽ കുഴച്ച് പുഴുങ്ങിയെടുക്കുന്നു. ഇത് ശാരീരികമായ വൈകല്യങ്ങളും രോഗങ്ങളും മാറുന്നതിനും മറ്റ് ദുരിതങ്ങൾക്കും മറ്റ് ദുരിതങ്ങൾക്കും ഉത്തമമായി ഭക്തർ വിശ്വസിക്കുന്നു. 6 കോടിയോളം രൂപ മുതൽ മുടക്കിൽ ക്ഷേത്രത്തിലെ ചുറ്റമ്പല നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ധാരാളം ശില്പങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശ്രീകോവിലിൻ്റെ നടവഴികളിൽ 7 വരി കൈത, അറുകുല, മൂലസ്ഥാനം,
കുറുപ്പശ്ശേരി അന്നപൂർണേശ്വരി ക്ഷേത്രം ഇവയാണ് പ്രധാന ക്ഷേത്രത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു തീർത്ഥാടന സ്ഥലങ്ങൾ. ക്ഷേത്രത്തിനകത്തും ധാരാളം ഉപദേവതമാരുടെ പ്രതിഷ്ഠകളുണ്ട്. അവ നമുക്ക് നേരിട്ട് കാണാൻ കഴിയും. അത്യന്തം വളരെയേറെ ഭക്ത്യാപൂർവമാണ് ആയിരക്കണക്കിന് മനുഷ്യർ സ്വന്തം കുഞ്ഞുങ്ങളുമായി ഇവിടെ എത്തിച്ചേർന്ന് ക്ഷേത്ര ആചാരപ്രകാരം ചിക്കര കുട്ടികളായി നടക്കിരുത്തപ്പെടുന്നത്. ഓരോ കുടുംബത്തിനും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ തൊട്ടടുത്ത് തന്നെ താമസിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. 15,000 രൂപ മുതൽ 21 ദിവസത്തേക്ക് 15,000 രൂപ മേളോട്ടാണ് ഇവിടെ റൂം വാടക. പിന്നെ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള റെസിപ്റ്റുകൾ, അങ്ങനെ ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ ഓരോരുത്തരുടെ അവസ്ഥയനുസരിച്ച് ചിലവാക്കി ഇവിടെ ഈ ഭജനം പാർക്കൽ ചടങ്ങ് നടത്താവുന്നതാണ്. മാത്രമല്ല, കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും ബാലാരിഷ്ടതയ്ക്കും അവരുടെ എല്ലാവിധ തരത്തിലുള്ള ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും ഈ ചിക്കര കുട്ടികളെ നടക്കിരുത്തുന്ന ഈ ചടങ്ങ് വളരെ പ്രശസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ വർഷവും പുതുതായി ആയിരക്കണക്കിന് കുട്ടികൾ അവരുടെ രക്ഷകർത്താക്കൾ കൊണ്ടുവരുന്നതും ഇവിടെ പൂജയ്ക്ക് എത്തുന്നതും. അതുപോലെ തന്നെ തുലാഭാരവും മറ്റ് അനുബന്ധ കാര്യങ്ങളും ക്ഷേത്രപൂജകളും എല്ലാം ഇവിടെ നടന്നു വരുന്നു. ഇവിടുത്തെ പുഴുക്ക് വഴിപാടിൻ്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ശാരീരികമായ വൈകല്യങ്ങൾ ഉള്ളവർക്ക് ഏത് അവയവത്തിന് ബുദ്ധിമുട്ടുണ്ടായാലും ശരി, അതിൻ്റെ രൂപം അരിമാവിൽ കുഴച്ച് പുഴുങ്ങിയെടുക്കുന്ന ഒരു രീതിയാണ് ഈ പുഴുക്കിൻ്റെ ചടങ്ങെന്ന് പറയുന്നത്. തീർത്തും തീരപ്രദേശമായ ഒരു സ്ഥലം തന്നെയാണ് കണിച്ചുകുളങ്ങര എന്ന് പറയുന്നത്. അമ്മയുടെ ഐതിഹ്യം വളരെ അത്ഭുതപൂർവമായ ഒരു ഐതിഹ്യം ഇവിടെയുണ്ട്. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ കടൽ തീരത്ത് തപസ്സിരിക്കുമ്പോൾ കപ്പലിൽ എത്തിച്ചേർന്നു. അമ്മ കളിച്ചുകൊണ്ട് കപ്പലിൽ എത്തിച്ചേർന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ ബ്രാഹ്മണൻ അവിടെ അമ്മയെ പ്രതിഷ്ഠിക്കുമായിരുന്നു. ആ കളിച്ചും കുളിച്ചും കൊണ്ട് നടന്നുകൊണ്ടാണ് കണിച്ചുകുളങ്ങര എന്ന സ്ഥലനാമം ഉണ്ടായതെന്നും പറയപ്പെടുന്നു. ഓരോ ചിന്തകളും ആചാരങ്ങളും കാലാകാലങ്ങളായി രൂപപ്പെട്ടത് ഭക്തിയും ഐതിഹ്യങ്ങളും സത്യവും മിഥ്യയും എല്ലാം കൂട്ടി ഇണക്കി നമ്മൾ പുതിയ തലമുറകളിലേക്ക് ജീവിച്ചു വരുന്നു. എങ്കിലും ഓം കണിച്ചുകുളങ്ങര അമ്മയെ നമഃ. അമ്മ എല്ലാവരെയും കാത്തുകൊള്ളട്ടെ.